കോണ്ടന്റ് ഈസ് കിങ്. ഒരു 1000 തവണ ഇന്റർവ്യൂവിൽ കടന്ന് മറുപടി കൂട്ടുക സിനിമക്കാര്. ദയവീത് സിനിമയെ കോണ്ടന്റ് കുറച്ചൊന്നും വിളിക്കില്ലേ. ഇവിടെ അത് 96 ബിൽഗേറ്റ്സ് പറഞ്ഞതാ. സിനിമ അതിനു മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ OTT പ്ലാറ്റ്ഫോമുകൾ അവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വെബ് സീരീസ്, ഡോക്യുമെന്ററീസ്, ലൈവ് സ്പോർട്സ് അങ്ങനെ വന്നിപ്പോൾ ഒരു 2 മിനിറ്റ് വരെയുള്ള മൈക്രോ ഡ്രാമ സീരീസ് വരെയായി. ആർക്ക് എപ്പോൾ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യുന്ന ഒന്നായിട്ട് സിനിമയെ മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് ഈ വാക്ക് തന്നെ വന്നത്. ശരിയാ, ഇപ്പൊ സിനിമയിൽ കച്ചവടമുണ്ട്, മുടക്കുന്ന പണം തിരിച്ചു കിട്ടണം. പക്ഷെ അത് മാത്രമല്ലല്ലോ സിനിമ. അതൊരേ സമയം നമ്മളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു ആർട്ട് ഫോം അല്ലേ. വെറും ഒരു കോണ്ടന്റ് മാത്രമായിരുന്നെങ്കിൽ ജിത്തു ജോസഫിന്റെ ദൃശ്യം ഇത്രയധികം ലാംഗ്വേജസിലേക്ക് അത് റീമേക്ക് ചെയ്യപ്പെടുമോ? ഇപ്പോഴൊക്കെ പോയി. അത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഇമോഷൻ ആയതുകൊണ്ടാണ് അല്ലേ. അതുപോലെ ഡബ് പോലും ചെയ്യാതെ തമിഴ്നാട്ടിൽ പോയിട്ട് മഞ്ഞമ്മൽ ബോയ്സ് വിജയിച്ചൊരു വിജയം. അത് ആൽഗോരിതത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടൊന്നും അല്ല. അതൊന്നും വെറും കോണ്ടന്റുകളല്ല, കാണുന്നവരുടെ ഉള്ളിൽ തട്ടുന്ന അനുഭവങ്ങളാണ്. മനുഷ്യരെ പലതും ഓർമ്മപ്പെടുത്തുകയാണ് ഈ സിനിമയൊക്കെ. കോണ്ടന്റ് ഫില്ല് ചെയ്യുന്നത് നമ്മളുടെ ടൈമിനെയാണ്, പക്ഷേ നല്ല സിനിമകൾ ഫില്ല് ചെയ്യുന്നതോ അത് നമ്മുടെ മനസ്സിനെയാണ്. ശരിയില്ലേ?